വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയുടെ ഭാഗമായി DJ നിരോധനം ഏർപ്പെടുത്തി. ജനുവരി 7, 8, 9 തീയതികളിൽ നടക്കുന്ന വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് DJ നിരോധനം ഏർപ്പെടുത്തി. 3 ദിവസവും വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേർച്ച കമ്മിറ്റി ഭാരവാഹികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. തഹസിൽദാർ നൌഷാദിന്റെ അധ്യക്ഷതയിലാണ് യോഗം വിളിച്ചു ചേർത്തത്. നേർച്ച വരവുകളിൽ DJ നിരോധനം കർശനമാക്കി. മറ്റൊന്ന് നേർച്ച വരവുകളുടെ നിയന്ത്രണം. ഓരോ നേർച്ച നിയന്ത്രണം നടത്താൻ സാധിക്കും. മറ്റൊന്ന് ഈ നേർച്ചയായിട്ടനുബന്ധിച്ച് ഉണ്ടാകുന്ന കുറെ എക്സിബിഷനുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു എല്ലാ അനുമതികളും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എക്സിബിഷൻ നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് PWD സാങ്ഷൻ വേണം. ഒരു അവിടെ ഇതുകളൊക്കെ ഉണ്ട്. എന്താ പറയാ, അനധികൃതമായി ബോക്സ് കെട്ടിവരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കും. വലിയ വാഹനങ്ങൾക്ക് 3 ദിവസവും നിയന്ത്രണം ഏർപ്പെടുത്തും. ഡെപ്യൂട്ടി തഹസിൽദാർ ഹസീബ് അലി അക്ബർ, CA MJ ജിജോ, തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ, വൈസ് പ്രസിഡന്റ് AK ബാബു, രവീന്ദ്രൻ, എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നേർച്ച കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. പുതിയങ്ങാടി നേർച്ചയുടെ സർവകക്ഷി യോഗത്തിൽ അധ്യക്ഷൻ തഹസിൽദാർ, CI എക്സൈസ് വൈസ് പ്രസിഡന്റ് ബാബു, നേർച്ച ചെയർമാൻ കല്ലിങ്ങൽ സിദ്ദീഖ്, കൺവീനർ KP ബാപ്പു, T ഷാജി, CP ബാപ്പുട്ടി NCP, മനോജ് പാറശ്ശേരി, T കുഞ്ഞാമുട്ടി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതിനു മുമ്പ് ആലുവയിലേക്ക് ഇറക്കിയിട്ടുള്ളത്, അവിടെ ഇങ്ങനത്തെ ദിവസം വരുമ്പോൾ മെയിൻലി കിട്ടിയിട്ടുള്ള സംഭവം ഡേറ്റ്സ് വരും. പാക്ക് ചെയ്തിട്ടുള്ള ഡേറ്റ്സിന്റെ പുഴുക്കത്തുള്ള ഡേറ്റ്സ് ഒക്കെ ഞങ്ങൾ ഒത്തിരി നശിപ്പിച്ചിട്ടുണ്ട്. 2 പഞ്ഞിമിഠായി വരും. പഞ്ഞിമിഠായി, പിങ്ക് കളർ പഞ്ഞിമിഠായി ഒരു കാരണവശാലും സ്റ്റോറിൽ അനുവദിക്കാൻ നിയമപ്രകാരം പറ്റില്ല. കാരണം അതിന് റോഡമിൻ B എന്നൊരു കളറ് ചേർത്താ വരുന്നത്. അപ്പൊ അത്തരം പഞ്ഞിമിഠായികൾ സ്റ്റോറിൽ അനുവദിക്കാൻ സാധിക്കില്ല. പിന്നെ ഈ പറഞ്ഞ മിഠായിക്ക് വരും. അത്തരം സിന്തറ്റിക് ഞാൻ മൊബൈൽ ആപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ